ലോറി ഇപ്പോൾ കരയ്ക്കെത്തിക്കുകയാണ്. തത്സമയം നമുക്കതിന്റെ ദൃശ്യങ്ങളിലേക്ക് കൂടി പോകാം. ദീപക് മലയമ്മ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷിരൂരിൽ ഗംഗാവലി പുഴയിൽ നിന്ന് ലോറി കരയ്ക്ക് കയറ്റാനുള്ള അവസാനത്തെ ശ്രമമാണ്. ഇപ്പോൾ ഇന്നലെ വടം ഉപയോഗിച്ചാണ് കയറ്റാൻ ശ്രമിച്ചത്. പക്ഷേ അതിൻ്റെ ഹൈഡ്രോളിക് ബ്രേക്ക് ഈ ടയറിൽ കുടുങ്ങിക്കിടക്കുന്നത് കാരണം, ജാമായിരുന്നത് കാരണം വലിച്ചു കയറ്റാൻ സാധിച്ചിരുന്നില്ല. ഇപ്പോൾ ഉരുക്ക് വടം കൊണ്ടുവന്നാണ് മുകളിലേക്ക് കയറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ്. ജിതിനെയും പ്രേക്ഷകർക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ദീപക് മലയമ്മയുണ്ട് സംഭവ സ്ഥലത്ത്. ദീപക് മലയമ്മ, ഇപ്പോൾ ലോറി കരയിലേക്ക്, റോഡിലേക്ക് മാറ്റാനുള്ള, ഉയർത്താനുള്ള ശ്രമം തുടരുകയാണെന്ന് മനസ്സിലാക്കുന്നു. വടത്തിനു പകരം ഉരുക്ക് കയർ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ക്രെയിൻ മുകളിലേക്ക് വലിച്ചു കയറ്റാൻ ശ്രമിക്കുന്നത്, അല്ലേ? അതെ അരുൺകുമാർ, പെട്ടെന്ന് തന്നെയാണ് ക്രെയിൻ ഇവിടേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ മറ്റു ഉദ്യോഗസ്ഥരോ അങ്ങനെയൊന്നും തന്നെ ഇവിടെയില്ല. പക്ഷേ ഈ ക്രെയിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളുകൾ ഇവിടേക്ക് എത്തി അവർ പെട്ടെന്ന് തന്നെ ഇരുമ്പ് വടം ഈ വാഹനവുമായി ഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ പുറകുവശം ഉൾപ്പെടെ ഏതാണ്ട് പകുതി ഭാഗത്തോളം ഇപ്പോഴും ഗംഗാവലിയിലേക്ക് താഴ്ന്നു കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഡ്രഡ്ജറിൻ്റെ സഹായവും കൂടി തേടുന്നുണ്ട് എന്നുള്ളതാണ്. ഡ്രഡ്ജറിലെ ക്രെയിൻ ഉപയോഗിച്ച് ഈ ഒരു ലോറിയുടെ പുറകുവശം ഒന്ന് ഉയർത്തി വെക്കാനുള്ള നീക്കം നടത്തുന്നുണ്ട്. അങ്ങനെ ആ ഭാഗം ഒന്ന് ഉയർത്തി കിട്ടിയാൽ മാത്രമായിരിക്കും പൂർണ്ണമായും മുകൾ തട്ടിലേക്ക് വലിച്ച് എത്തിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. നേരത്തെ തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു, അതിൻ്റെ ടയറുകളൊക്കെ തന്നെ ലോക്കായി കിടക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അതിന് പുറത്തുനിന്ന് ടെക്നീഷ്യന്മാരെ എത്തിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ ഇരുമ്പ് വടം ഉപയോഗിച്ച് കൂടുതൽ ടണ്ണേജ് ഹുക്ക് ചെയ്യാൻ കഴിയുന്ന ക്രെയിൻ തന്നെയാണ് നിലവിൽ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അല്പസമയത്തിനകം തന്നെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഡ്രഡ്ജർ അവിടെ നിന്ന് അല്പം കൂടി ഈ ഒരു വാഹനത്തിൻ്റെ അരികിലേക്ക് എത്തും, ലോറിയുടെ അരികിലേക്ക് എത്തും. തുടർന്ന് ആ ഡ്രഡ്ജറിലുള്ള ക്രെയിൻ ഉപയോഗിച്ച് അതിൻ്റെ പുറകുവശത്ത് ഹുക്ക് ചെയ്ത് അത് അല്പം കൂടി ഉയർത്തി വയ്ക്കും. അതിനുശേഷമായിരിക്കും മുകൾ തട്ടിലേക്ക് വലിച്ചു കയറ്റുക. കാരണം നേരത്തെ തന്നെ മണ്ണിടിച്ചിലുണ്ടായതിന് പിന്നാലെ ആ റോഡ് ക്ലിയർ ചെയ്യുന്നതിൻ്റെ ഭാഗമായി കൂടി അവിടെ ഉണ്ടായിരുന്ന മണ്ണ് പൂർണ്ണമായും ഈ ഗംഗാവലിയുടെ കരയിലേക്കാണ് എടുത്ത് തള്ളിയിട്ടുള്ളത്. അതുകൊണ്ട് എളുപ്പത്തിൽ അവിടെ നിന്നും ആ വാഹനത്തെ വലിച്ച് മുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ടുകൂടിയാണ് പുറകുവശത്തെ ഒന്ന് ഉയർത്തിയതിന് ശേഷം മാത്രം മുകൾ തട്ടിലേക്ക്, അതേസമയം ഈ റോഡരികിൽ നിൽക്കുന്ന ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട്, നിലവിൽ ഇരുമ്പ് വടം ഘടിപ്പിച്ച ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് വലിച്ചു കയറ്റുക എന്നുള്ള നീക്കത്തിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു വാഹനത്തിൻ്റെ കണ്ടെത്തുന്നതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ഇനിയിപ്പോൾ ആ വാഹനത്തെ പൂർണ്ണമായും പുറത്തേക്ക് എത്തിക്കുക എന്നുള്ള ദൗത്യമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഡ്രഡ്ജർ ഇപ്പോൾ നീങ്ങി തുടങ്ങിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ അത് ഈ ഒരു മേഖലയിലേക്ക്, പുറകുവശത്തേക്ക്, ഈ വാഹനത്തിൻ്റെ പുറകുവശത്തേക്ക് എത്തും. ആ ക്രെയിൻ ഉപയോഗിച്ച് അതിൻ്റെ പുറകുവശം ഉയർത്തിയതിന് ശേഷം മുകൾ തട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികളാണ് നടക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാമെന്ന് കരുതുന്നു. ഡിങ്കി ബോട്ട് എത്തി. ആ ഡിങ്കി ബോട്ട് ആ ഡ്രഡ്ജറിനെ തള്ളി പുറകുവശത്തേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ദൃശ്യങ്ങൾ കൂടി നമുക്ക് ഇവിടെ നിന്നും ഹൈഡ്രോളിക് ബ്രേക്ക് അത് ജാമായിരിക്കുന്നത് മുകളിലേക്ക് വലിക്കുന്നതിന് എന്തെങ്കിലും തടസ്സമാവോ? ഇല്ല, അത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാകില്ല. കാരണം അത്രയധികം ടണേജ് കപ്പാസിറ്റി ഉള്ള ക്രെയിനാണ് എത്തിച്ചിരിക്കുന്നത്. അത് നിരങ്ങി മുകളിലേക്ക് പോകാനുള്ള സാധ്യത തന്നെയാണ്. അല്ലാതെ ചക്രങ്ങൾ അങ്ങനെ കറക്കി മുകളിലെ തട്ടിലേക്ക് എത്തിക്കേണ്ട സാഹചര്യം നിലവിലില്ല എന്നുള്ളതാണ്. പക്ഷേ താഴെ ഭാഗത്ത് നമുക്ക് കാണാം, ആ ചേസ് ഉൾപ്പെടെയുള്ള ഭാഗം വെള്ളത്തിലേക്ക് കൂപ്പുകുത്തി കിടക്കുന്ന നിലയിലാണുള്ളത്. അതിൻ്റെ ടയറുകൾ ഇന്ന് രാവിലെ നമ്മൾ കാണിച്ചിരുന്നു. അത് പലതും പൊട്ടിയ നിലയിലുമാണുള്ളത്. അതുകൊണ്ട് അവിടെയുള്ള തടസ്സം നീക്കുക എന്നുള്ളതാണ്. അത് ഇപ്പോൾ ആ ഒരു കരയിലെ പാറയുമായി ചേർന്ന് കിടക്കുന്ന ഭാഗത്ത് ലോക്കായിരിക്കുന്ന നിലയിലാണുള്ളത്. അതുകൊണ്ടാണ് അതിൻ്റെ പുറകുവശം ഒന്ന് ഉയർത്തി അവിടെ നിന്നും തള്ളിക്കൊടുത്തു കഴിഞ്ഞാൽ വാഹനത്തെ വലിച്ചു നീക്കി മുകൾ തട്ടിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അരുൺ, നമുക്ക് ആ തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാട്ടിക്കൊണ്ടിരിക്കാം. ഇപ്പോൾ അർജുൻ ഓടിച്ച നമ്മുടെ ഭാരത് ബെൻസ് എന്ന ലോറിയുടെ ഭാഗം മുകളിലേക്ക് കയറ്റാൻ ശ്രമിക്കുകയാണ്. പ്രേക്ഷകർ കാണുന്നത് പോലെ പുഴയിൽ, ഗംഗാവലി പുഴയിൽ കുറച്ചു ഭാഗം ലോറിയുടെ ഉണ്ട്. ആ ഭാഗം കൂടി ഒന്ന് ഉയർത്തിയതിന് ശേഷം മാത്രമേ ഉരുക്കുകൊണ്ടുള്ള വടം ഉപയോഗിച്ചുകൊണ്ട് കരയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന ക്രെയിൻ ഈ ലോറിയെ മുകളിലേക്ക് ഉയർത്തി റോഡിലേക്ക് ഉയർത്തുകയുള്ളൂ. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രതിനിധി ദീപക് മലയമ്മയും കെ അഭിലാഷും തത്സമയം വിവരങ്ങൾ നൽകാനായി ഫീൽഡിലുണ്ട്. ഇപ്പോൾ ദീപക് മലയമ്മ, നമ്മൾ ഈ കരയിൽ നിന്ന് അതിനെ ഒന്ന് അല്പം ഉയർത്തണമല്ലേ? അതായത് ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ട്, അതിലെ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ടൊന്ന് ഉയർത്തിവിട്ടാൽ മുകളിലേക്ക് കുറച്ചുകൂടി വേഗത്തിൽ വലിച്ചെടുക്കാൻ സാധിക്കും. പുതിയ ക്രെയിൻ അല്ലല്ലോ, ഇന്നലെ വലിച്ച അതേ ക്രെയിൻ തന്നെയല്ലേ ഇന്നും ഈ ലോറിയെ കരയ്ക്ക് കയറ്റാൻ ശ്രമിക്കുന്നത്?
അല്ല നമുക്ക് ആ ക്രെയിനിന്റെ ദൃശ്യത്തിലേക്ക് കൂടി ഈ സമയത്ത് പോകാം. ഇന്നലെ 2 ക്രെയിനുകളായിരുന്നു ഈ മേഖലയിലേക്ക് എത്തിച്ചത്. അതുപയോഗിച്ച് അതിന്റെ കയറിന് സമാനമായ രീതിയിലുള്ള വടമായിരുന്നു ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്നത് ഉരുക്കു വടമുള്ള മറ്റൊരു ക്രെയിൻ എത്തിച്ചതിന് ശേഷമാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് പോയിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യത്തിൽ തന്നെ കാണാം, ആ ഒരു വടം പൂർണ്ണമായിട്ടും ബന്ധിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് പേരെന്താ പറയാന്ന് എനിക്കറിയില്ല, എങ്കിൽ പോലും നമ്മുടെയൊക്കെ വീട്ടിലെ കപ്പിക്ക് സമാനമായ അല്ലെങ്കിൽ വെള്ളം കോരുന്ന കപ്പിയും കയറും ഒക്കെയുള്ള അതിന് സമാനമായ, എനിക്ക് അങ്ങനെ വിശദീകരിക്കാൻ കഴിയുന്നുള്ളൂ, അതുകൊണ്ടാണ് പരിമിതിയാണ്. ആ ഒരു മേഖല കാണാൻ സാധിക്കും. ആ രീതിയിലുള്ള ഒരു സംവിധാനവും കൂടി ഘടിപ്പിച്ചതിന് ശേഷമാണ് വാഹനത്തിലേക്ക് ആ വടം പൂർണ്ണമായും ഘടിപ്പിച്ചിട്ടുള്ളത്. ഇനി അരുൺ ചോദിച്ച ആ ഭാഗത്തേക്ക് വന്നാൽ നമുക്കിവിടെ കുറച്ച് ആളുകൾ, ഈ ക്രെയിനുമായി ബന്ധപ്പെട്ട ആളുകളാണ് ഈ നിൽക്കുന്നത്. അവരൊക്കെ നിൽക്കുന്ന അതിന് തൊട്ട് മുൻവശത്ത് ഒരു പാറയുടെ ഭാഗം കൂടി കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഭാഗത്താണ് വാഹനത്തിൻ്റെ ഈ ചേസ് പൂർണ്ണമായും നദിയിലേക്ക് മുങ്ങി നിൽക്കുന്നത്. ആ പാറയുടെ ഭാഗത്ത് അത് ലോക്കായി കിടക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് ആ മേഖല ഒന്ന് ഉയർത്തി കൊടുക്കണം. ആ പുറകുവശം ഒന്ന് ഉയർത്തി കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് മുകൾ തട്ടിലേക്ക് എളുപ്പത്തിൽ ഈ ക്രെയിനിലെ ഇരുമ്പ് വടം ഉപയോഗിച്ച് വലിച്ചു കയറ്റാൻ കഴിയുമെന്നുള്ളതാണ്. ഇപ്പോൾ ഡ്രഡ്ജർ അതിനടുത്തേക്ക് അടുപ്പിക്കുന്ന ദൃശ്യവും കൂടി നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ക്രെയിൻ ഓപ്പറേറ്റർക്ക് അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ ആ ഡ്രഡ്ജറിലുള്ള ആളുകൾ നൽകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ ആ ഡ്രഡ്ജർ ആ മേഖലയിൽ നങ്കൂരമിടും. അതിനുശേഷമായിരിക്കും ആ ക്രെയിൻ തിരിഞ്ഞ് ഈ ഒരു ലോറിയിലേക്ക് ഹുക്ക് ചെയ്യുക. നിലവിൽ തന്നെ ആ ലോറിയുടെ ചേസിൽ ഒരാൾ കയറി നിൽപ്പുണ്ട്. അദ്ദേഹം ആ മേഖലയിലായിരിക്കും അതിൻ്റെ ഹുക്ക് ഘടിപ്പിക്കുക എന്നുള്ളതാണ്. അതവിടെ ഘടിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ ഡ്രഡ്ജറിലെ ക്രെയിൻ ഉപയോഗിച്ച് അല്പം ഒന്ന് ഉയർത്തി കൊടുത്താൽ മാത്രം മതിയാകും. പെട്ടെന്ന് തന്നെ ആ വാഹനത്തെ മുകളിലേക്ക് വലിച്ചു നീക്കാൻ കഴിയുന്ന സാഹചര്യം രൂപപ്പെടുകയും ചെയ്യും. ഇപ്പോൾ ഡ്രഡ്ജർ ഏറെക്കുറെ അതിനടുത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. സ്റ്റോപ്പ് ചെയ്യാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. യെസ്, ഡ്രഡ്ജർ അവിടെ നങ്കൂരം ഇട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ ആ ഒരു ഹുക്ക് നമ്മൾ ആ ഇരുമ്പ് തൂണിലേക്ക് ഘടിപ്പിച്ച ആ ഹുക്ക് അഴിച്ച് മാറ്റിക്കഴിഞ്ഞാൽ പിന്നീട് ക്രെയിൻ എളുപ്പത്തിൽ തന്നെ ഈ ഒരു മേഖലയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ തന്നെ പെട്ടെന്ന് ഹുക്ക് ചെയ്യാവുന്ന സാഹചര്യമാണുള്ളത്. കാരണം മറ്റ് ബോഡി പാർട്ടുകളെല്ലാം പൂർണ്ണമായും ഈ ഒരു വാഹനത്തിൻ്റേത് നശിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ചേസിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അത് ഹുക്ക് ചെയ്യുക എന്നുള്ള നടപടി മാത്രമാണ് ഇനി പൂർത്തിയാക്കാനുള്ളത്. അത് കഴിഞ്ഞാൽ വേഗത്തിൽ തന്നെ ഈ ഒരു നടപടിയിലേക്ക് കടക്കും. നേരത്തെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ഇവിടുന്ന് എടുത്തിരിക്കുന്ന മറ്റ് വാഹനങ്ങളുടെ ബോഡി പാർട്ടുകളെല്ലാം തന്നെ മുകൾ തട്ടിലേക്ക് എത്തിക്കുകയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ക്ലിയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അത് ഒരു എവിഡൻസ് എന്നുള്ള നിലയിൽ കൂടി പോലീസ് അതിനെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് അത് ഇവിടെ നിന്നും പെട്ടെന്ന് മാറ്റുന്ന നടപടിയിലേക്ക് പിന്നീട് കടക്കുകയും ചെയ്യും. ആദ്യഘട്ടത്തിൽ നമ്മൾ കരുതിയിരുന്നത് ഈ ടയറുകളൊക്കെ ലോക്കായിരിക്കുന്നത് കൊണ്ട് തന്നെ അത് ഇനിയിപ്പോൾ ടെക്നീഷ്യൻസ് എത്താതെ ഒരു സാധ്യത ഇല്ല എന്നുള്ളതായിരുന്നു. ഇന്നലെ അത്തരത്തിലുള്ള ചില സൂചനകൾ ഉദ്യോഗസ്ഥരൊക്കെ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ രാവിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എത്തുന്നതിന് മുൻപ് തന്നെയാണ് ഇത്തരമൊരു നടപടിയിലേക്ക് കടക്കുന്നത് എന്നുള്ളതാണ്. പെട്ടെന്നാണ്, ചടുലമായിട്ടുള്ള നീക്കങ്ങളാണ് ഈ ക്രെയിൻ ഓപ്പറേറ്റേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അവർ ഏതാണ്ട് 6-7 പേരുണ്ട്. അവർ പെട്ടെന്ന് എത്തി ആ വടം പൂർണ്ണമായും ഘടിപ്പിച്ചതിന് ശേഷം അത് നീക്കാനുള്ള ശ്രമം നടത്തുകയായിരുന്നു. അതിനിടയിലാണ് ആ ഒരു പ്രേക്ഷകൻ നമ്മുടെ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രേക്ഷകൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്, ജിത്തു, ആ കപ്പിക്ക് സമാനമായ സാധനത്തിന്റെ പേര് പുള്ളി എന്നാണത്രേ, അങ്ങനെയാണത്രേ അതിന് കേൾക്കുക. ജോസ് പറയുന്നു, ലോറിയുടെ പിൻഭാഗം ഡ്രഡ്ജർ ക്രെയിൻ ഉപയോഗിച്ച് പൊന്തിക്കുമ്പോൾ മുൻഭാഗം മണ്ണിലമരും. കരയിലെ ക്രെയിൻ അത് വലിച്ചു കയറ്റാൻ പ്രയാസമായിരിക്കും എന്നുകൂടി പറയുന്നുണ്ട്. ഇവരൊക്കെ ഒരുപാട് ക്രെയിൻ ഉപയോഗിക്കുന്ന ആളുകൾ കൂടി നമുക്ക് മെസ്സേജ് ഇടുന്നുണ്ട്, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നത് പറയുന്നുണ്ട്. അപ്പോൾ അത് പുള്ളി എന്നാണ് അത്ര പറയുക. ആ പുള്ളി ഉപയോഗിച്ചുകൊണ്ടാണ് അതിനെ ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഡ്രഡ്ജറിലെ ക്രെയിൻ കൂടി അതിനെ താഴെയുള്ള ഭാഗം മുകളിലേക്ക് വലിക്കും. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, അങ്ങനെ വലിച്ചാലും പിന്നീട് മുകളിലേക്ക് പൂർണ്ണമായിട്ടും വലിച്ചു കയറ്റുക ബുദ്ധിമുട്ടായിരിക്കില്ലേ ഈ പ്രേക്ഷകൻ പറഞ്ഞതുപോലെ? ഇല്ല, അതിൽ ആ ഒരു പദം എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ അങ്ങനെ വിശദീകരിച്ചത്. പുള്ളി എന്നുള്ളതിലേക്കാണെങ്കിൽ ആ നിലയ്ക്ക് തന്നെ നമുക്ക് തുടർന്ന് ഉപയോഗിക്കാം. മറ്റൊന്ന്, ഈ മുൻവശം മണ്ണിൽ തട്ടി നിൽക്കുമോ എന്നുള്ളതാണ്. അത് പൂർണ്ണ അർത്ഥത്തിൽ അതിൻ്റെ പുറകുവശം ഉയർത്തുക എന്നുള്ളതാകാനുള്ള സാധ്യതയില്ല. ആ ലോക്കായി നിൽക്കുന്ന ആ പാറയുള്ള ആ പ്രദേശത്ത് നിന്ന് അല്പം ഒന്ന് ഉയർത്തി കൊടുക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ മണ്ണെന്ന് പറയുന്നത് ഇത് ഉറച്ചു നിൽക്കുന്ന മൺകൂനയല്ല. നേരത്തെ തന്നെ ഞാൻ സൂചിപ്പിച്ചു, നമ്മൾ ആദ്യഘട്ട രക്ഷാപ്രവർത്തനം നടത്തിയ ഘട്ടത്തിൽ ആ റോഡിൽ നിന്ന് ഉള്ള മണ്ണ് കരയിൽ നിന്ന് നദിയുടെ ഓരത്തേക്ക് നീക്കിയിട്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് ചവിട്ടിയാൽ പോലും ഇളകിപ്പോകുന്ന സ്വഭാവത്തിലുള്ള മണ്ണാണ്. അതുകൊണ്ട് അത് ആ മണ്ണിലേക്ക് കൂപ്പുകുത്തി പോകില്ല. ആ മുകളിൽ നിന്നുള്ള പ്രഷർ അനുസരിച്ച് അത് വലിച്ചു കയറ്റുന്ന ഘട്ടത്തിൽ അത് നീങ്ങി നിരങ്ങി മുകളിലേക്ക് എത്തുമെന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ ഈ ദൃശ്യം ഒന്ന് റൈറ്റ് സൈഡിലേക്ക് കൂടി ജസ്റ്റ് ഒന്ന് പാൻ ചെയ്താൽ നമുക്ക് ആ ക്രെയിൻ ഒന്നുകൂടി കാണിക്കാം. അതിൻ്റെ ആ ഒരു ഭൂമ നിലവിൽ നിൽക്കുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് ഇത്ര മാത്രമാണ്. ഇനിയും അതിൻ്റെ ഹൈറ്റ് ഉയർത്താൻ കഴിയും. അപ്പോൾ ഫ്രണ്ടിലേക്ക് വലിക്കുന്ന ഘട്ടത്തിൽ അത് മണ്ണിൽ
മണ്ണിൽ കൂപ്പ് കുത്തില്ല എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ ബൂം ലെങ്ത് ആ നിലയ്ക്കുണ്ട്, അത് കുറച്ചുകൂടി ഹൈറ്റ് എടുത്ത് ആ നിലയ്ക്ക് ഉയർത്താൻ കഴിയുമെന്നുള്ളത് തന്നെ പ്രതീക്ഷ ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യത്തിൽ കാണാൻ സാധിക്കും ഏറ്റവും പുറകു ഷനിൽ കണ്ണൻ, നമുക്ക് ആ ദൃശ്യത്തിലേക്ക് കൂടി പോകാം. ലോറിയുടെ പുറകു വശത്ത് വീണ്ടും ഒരു ഇരുമ്പ് വടം ഘടിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇപ്പോൾ ഡ്രഡ്ജർ 2 തൂണും നങ്കൂരമിട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു വരണം. അതിന് മുന്നോടിയായിക്കൊണ്ട് തന്നെ ഈ ക്രെയിൻ ഓപ്പറേറ്റേഴ്സ് കൃത്യമായി അവിടെ വടം ഘടിപ്പിക്കുകയാണ്. ഇനി ആ വരുന്ന ഹുക്ക് ചെയ്യുന്ന ആ പാർട്ട്, ക്രെയിനിൻ്റെ പാർട്ട് അവിടെ നിന്നും തിരികെ ഈ ഒരു ലോറിയുടെ വശത്തേക്ക് തിരിഞ്ഞു വരണം. വന്നു കഴിഞ്ഞാൽ ആ ഹുക്കിലേക്ക് പൂർണ്ണമായും ഘടിപ്പിക്കും. തുടർന്നായിരിക്കും ഈ ദൗത്യം അക്ഷരാർത്ഥത്തിൽ ആരംഭിക്കുക എന്നുള്ളതാണ്. ഇന്നലെ തന്നെ ഇത് മുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ കണ്ടതാണ്. പക്ഷേ അപ്പോഴൊക്കെ പരാജയപ്പെട്ടു പോയതെന്ന് പറയുന്നത്, ഒന്നാമത് ഈ വാഹനത്തിൻ്റെ ടയറുകളെല്ലാം ലോക്കാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഭാരം എന്ന് പറയുന്നത് അത്യാവശ്യം ഉണ്ട്. പൂർണ്ണാർത്ഥത്തിൽ അതിൻ്റെ ബോഡി പാർട്ട് ഇല്ലാതെ തന്നെ ആ ചേസ് ഉൾപ്പെടെയുള്ള പോർഷൻ അതിലുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഭാരമുണ്ട്. എളുപ്പത്തിൽ വലിച്ചു കയറ്റാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടുകൂടിയാണ് പുതിയ ക്രെയിൻ, മറ്റൊരു ക്രെയിൻ ഇവിടേക്ക് എത്തിച്ചുകൊണ്ടുള്ള സേവനം സാധ്യമാക്കുന്നത്. ഇന്നലെ 2 ക്രെയിനുകൾ എത്തിച്ചുകൊണ്ടാണ് ഒരേ സമയം നീക്കം നടത്തിയതെങ്കിൽ അത് പരാജയപ്പെട്ടു പോയിരുന്നു. പക്ഷേ അത് പരാജയപ്പെടാനുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാരണം അത് ഒരു കയർ, നമ്മുടെ സാധാ കയറിൻ്റെ അല്ലെങ്കിൽ വടം എന്ന് പറയാവുന്ന രീതിയിലുള്ള ഇത് ഉപയോഗിച്ചായിരുന്നു ആ വാഹനത്തെ കെട്ടി വലിച്ചിരുന്നത്. 2 തവണയും അത് പൊട്ടിപ്പോയി. പക്ഷേ ഇപ്പോൾ ഉരുക്ക് വടം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അതിനെ കെട്ടി മുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അവിടെ ഏതാണ്ട് 3ഓളം ആളുകൾ ചേർന്നാണ് ആ ചേസ് പൂർണ്ണമായും ലോക്കാകുന്ന തരത്തിൽ റോപ്പ് ഫിക്സ് ചെയ്യുന്നത്. അതിനുശേഷമായിരിക്കും ഈ ഡ്രഡ്ജറിലുള്ള